2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ കോൺഗ്രസ് ഒരു മികച്ച തെരഞ്ഞെടുപ്പ് പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. UDFിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആകെയുള്ള 140 സീറ്റുകളിൽ UDFിൻ്റെ പ്രതിനിധികളായി കോൺഗ്രസ്സുകാർ തന്നെയാണ് 90ലധികം സീറ്റുകളിൽ മത്സരത്തിനിറങ്ങുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും മികച്ച ഒരു പ്രകടനം ഉണ്ടായെങ്കിൽ മാത്രമേ UDFിന് അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ സാധിക്കുകയുള്ളൂ. 2021 കണക്കനുസരിച്ച് കോൺഗ്രസിന് 22 സിറ്റിംഗ് സീറ്റുകളാണുള്ളത്. ഈ 22 സിറ്റിംഗ് സീറ്റുകളും കോൺഗ്രസ് നിലനിർത്തുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നതാണ് വസ്തുത. എന്നാൽ കോൺഗ്രസ് അധികമായി എത്ര സീറ്റ് പിടിക്കും എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ കനക്കുന്നത്. കോൺഗ്രസിന് ഏറ്റവും ചുരുങ്ങിയത് 45 സീറ്റെങ്കിലും നേടുവാൻ കഴിഞ്ഞാൽ മാത്രമേ UDFിനെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കണക്കുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ CPM അതിനാൽ തന്നെ തങ്ങളുടെ തുടർ ഭരണ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് സിറ്റിംഗ് MLAമാരുടെ മികച്ച പ്രകടനത്തിൻ്റെ ആനുകൂല്യത്തിൽ കോൺഗ്രസിൻ്റെ വിജയത്തിളക്കം കുറയ്ക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ ഇത് പാടെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രചരണം പാതി വഴി എത്തുമ്പോൾ സർക്കാരിലേക്കും CPMലേക്കും എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രചരണം പാതി വഴിയിലെത്തുമ്പോൾ തന്നെ 27 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയമുറപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയമുറപ്പിച്ചതിന് പുറമെയാണ് ഈ 27 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അധികമായി വിജയമുറപ്പിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ തന്നെ വിജയമുറപ്പിച്ചിട്ടുള്ള 27 സീറ്റുകൾക്ക് പുറമെ ഏറെക്കുറെ 15 സീറ്റിലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനമായിരിക്കാം കോൺഗ്രസ് ഒരുപക്ഷെ 2026 കാഴ്ചവെക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത്. ഇനി ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ വിജയമുറപ്പിച്ചിട്ടുള്ള 27 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പട്ടികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും കോൺഗ്രസിന് അധികമായി വിജയ സീറ്റുകൾ ഉറപ്പിക്കുവാൻ ഈ ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടകളിലൊന്നാണ് തൃക്കരിപ്പൂർ സീറ്റ്. ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയായ യുവ നേതാവ് സന്ദീപ് വാര്യരെയാണ് കോൺഗ്രസ് ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നത്. വാര്യർ കളത്തിലിറങ്ങിയതോടെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റേതും ഉൾപ്പെടെയുള്ള അണികൾ ഏറ്റവും വലിയ ആവേശത്തിലേക്ക് എത്തിച്ചേരുകയും അവരുടെ ആവേശം അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം എണ്ണയിട്ട ഒരു യന്ത്രം പോലെ അവിടെ ചലിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകുന്ന സൂചന അനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സീറ്റിൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ സന്ദീപ് വാര്യരിലൂടെ വിജയമുറപ്പിച്ചു എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. രണ്ടാമതായി കണ്ണൂർ ജില്ലയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതലായി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സീറ്റിൽ തന്നെ ഇപ്പോൾ അവർ വിജയമുറപ്പിച്ചിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റുകളായ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ ഇത്തവണ ഉറപ്പായും കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയാൻ കഴിയുന്ന കണ്ണൂർ ജില്ലയിലെ സീറ്റ് എന്ന് പറയുന്നത് കണ്ണൂർ സീറ്റ് തന്നെയാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ TO മോഹനൻ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ഇവിടെ വിജയമുറപ്പിക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള ഈ ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ സീറ്റുകളാണ്. അതിൽ 2 കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമായ സീറ്റ് എന്ന് പറയുന്നത് മാനന്തവാടി സീറ്റാണ്. മാനന്തവാടി സീറ്റിൽ ഇത്തവണ പുതുമുഖമായിട്ടുള്ള വനിതാ സ്ഥാനാർത്ഥി ഉഷ വിജയനെ കളത്തിലിറക്കിയതോടെ മന്ത്രി OR കേളുവിൻ്റെ പരാജയം ഉറപ്പുവരുത്തുവാൻ കോൺഗ്രസിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. OR കേളുവിനെ സംബന്ധിച്ച് അവിടെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും നിലനിൽക്കുന്നില്ല. എന്നിരുന്നാൽ പോലും UDF ഭരണത്തിലെത്തേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഉഷ വിജയൻ വിജയിച്ചു കയറുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു ക്ലാസിക് പോരാട്ടത്തിൽ കോൺഗ്രസ് ഇവിടെ VT ബൽറാമിനെ മുന്നിൽ നിർത്തി വിജയം കാണുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. 2011ലും 2016ലും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള VT ബൽറാം 2021 ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള MP രാജേഷിന് മുമ്പിൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയത്. എന്നാൽ ഇത്തവണ VT ബൽറാം തൃത്താല സീറ്റിൽ കോൺഗ്രസിന് വിജയം ഉറപ്പിക്കുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്.
പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ സീറ്റായിട്ടുള്ള ചിറ്റൂരാണ്. ചിറ്റൂരിൻ്റെ മുൻ MLA-യും പാലക്കാട് ജില്ലയിലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവുമായിരുന്ന അച്യുതൻ്റെ മകൻ സുമേഷ് അച്യുതൻ തന്നെയാണ് 2021 ഇത്തവണയും കൃഷ്ണൻകുട്ടിക്കെതിരെ മത്സരത്തിനിറങ്ങുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുമേഷ് അച്യുതൻ എന്ന യുവ നേതാവിന് ഇത്തവണ ചിറ്റൂരിൽ നിന്ന് കൃഷ്ണൻകുട്ടിച്ചേട്ടനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് CPM വൃത്തങ്ങൾ പോലും സമ്മതിക്കുന്നുമുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് 3 സീറ്റുകളിൽ ഇതിനോടകം തന്നെ വിജയമുറപ്പിച്ചു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഓർക്കണം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് ഒരു സീറ്റിൽ പോലും വിജയിക്കുവാൻ കോൺഗ്രസിന് സാധിക്കാതിരുന്നിടത്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണം പാതി വഴിയിലെത്തുമ്പോൾ തന്നെ 3 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയമുറപ്പിക്കുന്നത്. 3 സീറ്റുകളിൽ വിജയമുറപ്പിച്ചതിന് പുറമെ 2 സീറ്റുകളിലെങ്കിലും കനത്ത പോരാട്ടം നടത്തുവാനും CPM-നോട് ഒപ്പത്തിനൊപ്പം എത്തുവാനും കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള 3 സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആ പട്ടികയിലുള്ള ഒന്നാമത്തെ പേര് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൻ്റെതാണ്. DCC അധ്യക്ഷൻ പ്രവീൺ കുമാറാണ് ഇത്തവണ കൊയിലാണ്ടിയിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്. CPM-ൻ്റെ ഈ സിറ്റിംഗ് സീറ്റ് പ്രവീൺ കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ഉറപ്പിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചിട്ടുള്ള സീറ്റ് നാദാപുരമാണ്. കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ യുവ നേതാക്കളിലെ ഏറ്റവും സൗമ്യമുഖമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്താണ് ഇത്തവണ നാദാപുരത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. KM അഭിജിത്തിന് നാദാപുരത്ത് കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അടുത്തതായി കോൺഗ്രസ് വിജയമുറപ്പിച്ച കോഴിക്കോട് ജില്ലയിലെ 3ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ഏലത്തൂരാണ്. പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും വെറുക്കപ്പെട്ട മന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ ആ പട്ടികയിലെ 1ാം പേരുകാരനായി നമുക്ക് വനം മന്ത്രി AK ശശീന്ദ്രനെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ അടുത്ത ബന്ധുവായതിനാൽ കൂടി AK ശശീന്ദ്രൻ്റെ ഇത്തവണ വീണ്ടും ടിക്കറ്റ് നൽകുവാൻ പിണറായി തീരുമാനമെടുക്കുകയായിരുന്നു. CPM-ൻ്റെ ഉരുക്കുകോട്ടയായ ഏലത്തൂർ സീറ്റിൽ നിന്ന് എന്നാൽ ഇത്തവണ AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ജനങ്ങൾക്കും കേഡർമാർക്കുമിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ആനുകൂല്യത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് ഇത്തവണ ഉറപ്പായും ഏലത്തൂരിൽ നിന്ന് വിജയിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പുതുതായി പിടിച്ചെടുക്കുവാൻ പോകുന്ന ഒരു മണ്ഡലം അവരിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് മുൻ മന്ത്രി KT ജലീൽ മത്സരിച്ചിട്ടുള്ള തവനൂരാണ്. തവനൂരിൽ ജലീലിനെതിരെ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് മലപ്പുറം DCCയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ സൗമ്യനായ ക്ലീൻ ഇമേജുള്ള നേതാവ് VS ജോയിയാണ്. VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം മലപ്പുറം ജില്ലയിലെ തവനൂർ സീറ്റ് UDF പാളയത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്തതായി ഉള്ളത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചിരുന്നത്. UDF-നും ജില്ലയിലാകെ കൂടി ഒരു സീറ്റ് നേടുവാനേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ചാലക്കുടി സീറ്റായിരുന്നു. എന്നാൽ ഇത്തവണ കോൺഗ്രസ് തന്നെ തങ്ങളുടെ ടാലി വളരെയധികം ഉയർത്തുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. തൃശ്ശൂരിൽ കോൺഗ്രസ് ആദ്യമായി ഭരിക്കുന്ന അധിക മണ്ഡലം എന്ന് പറയുന്നത് മണലൂരാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനർ കൂടിയായിട്ടുള്ള മുൻ MLA TN പ്രതാപനാണ് ഇത്തവണ മണലൂരിൽ നിന്ന് മത്സരത്തിനിറങ്ങുന്നത്. മണലൂർ സീറ്റ് പ്രതാപനിലൂടെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് തിരികെ എത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ സീറ്റിലും കോൺഗ്രസ് വിജയമുറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. മുൻ മേയർ കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാജൻ പല്ലനാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്. മൂന്നാമതായി വടക്കാഞ്ചേരി സീറ്റിൽ KN വൈശാഖ് എന്ന യുവ സ്ഥാനാർത്ഥിയിലൂടെ UDF വിജയമുറപ്പിച്ചു എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ശക്തിയുള്ള അടിത്തറയുള്ള ജില്ലയാണ് എറണാകുളം. ഏത് പ്രതികൂല സാഹചര്യത്തിലും എറണാകുളം ജില്ലയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും UDF പാളയത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ 3 സീറ്റുകൾ കോൺഗ്രസ് അധികമായി വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ സീറ്റ് കൊച്ചി സീറ്റാണ്. കൊച്ചിയിൽ നിന്ന് DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് CPM-ൻ്റെ സിറ്റിംഗ് MLA KJ മാക്സിയെ പരാജയപ്പെടുത്തുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കൃത്യമായ സൂചനയുള്ളത്. അതുപോലെ തന്നെ ഏതു പ്രതികൂല കാലാവസ്ഥയിലും എറണാകുളത്ത് CPM-നൊപ്പം നിലയുറപ്പിക്കുന്ന ഇടതുമുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സീറ്റ് വൈപ്പിനായിരുന്നു. എന്നാൽ മുൻ മേയർ ടോണി ചമ്മണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇത്തവണ വൈപ്പിൻ സീറ്റും കോൺഗ്രസ് തിരികെ പിടിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഏറ്റവും ഒടുവിലായി എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിക്കുന്ന 3ാമത്തെ സീറ്റ് അല്ലെങ്കിൽ അധികമായി വിജയമുറപ്പിക്കുന്ന 3ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ജില്ലയിലെ സംവരണ സീറ്റായ കുന്നത്തുനാടാണ്. 2011-ലും 2016-ലും കുന്നത്തുനാടിൻ്റെ ജനപ്രതിനിധിയായിരുന്ന KPCC വൈസ് പ്രസിഡന്റ്
VP സജീന്ദ്രനാണ് ഇത്തവണയും അവിടെ ജനവിധി തേടുന്നത്. 2020യുടെ ശക്തി കേന്ദ്രത്തിൽ ഇത്തവണ അവരുടെ BJP ബന്ധം UDFന് അനുകൂലമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. 2020 BJP പാളയത്തിലെത്തിയതോടെ ന്യൂനപക്ഷ വോട്ടുകൾ അവരെ കൈവിട്ടു എന്നും അത് കൂട്ടത്തോടെ UDF പാളയത്തിലേക്ക് എത്തിയെന്നും ഇതിനോടകം തന്നെ വ്യക്തമാണ്. VP സജീന്ദ്രനുടെ കുന്നത്തുനാട് എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് വിജയമുറപ്പിക്കുന്ന മൂന്നാമത്തെ അധിക സീറ്റായി മാറുമെന്ന് ഇതിനാൽ തന്നെ വിലയിരുത്തുവാൻ കഴിയും. ഇനിയുള്ളത് ഹൈറേഞ്ച് ജില്ലയായിട്ടുള്ള ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ നിലവിൽ UDFന് ഒരു MLA മാത്രമേ ഉള്ളൂ, കോൺഗ്രസിന് ഒരു MLA പോലുമില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയുമെന്നും ഇടുക്കി സീറ്റിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി മുൻ DCC അധ്യക്ഷനും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയുമായ റോയ് കെ പൗലോസ് അനായാസേന വിജയിച്ചു കയറുമെന്നുമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ 2016ലും 2021ലും നേരിയ വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ട പീരിമേഡ് സീറ്റിലും കോൺഗ്രസ് വിജയം ഉറപ്പാക്കിയെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 2011ലും 16ലും നേരിയ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട അഡ്വക്കേറ്റ് സിറിയക് തോമസ് തന്നെ കോൺഗ്രസ് 2026ൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ പീരിമേഡ് സീറ്റ് ഇത്തവണ UDF പാളയത്തിലേക്ക് എത്തുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അടുത്ത ജില്ല എന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് ഇതുവരെ നിലവിലുള്ള 2 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 2 സീറ്റുകളിൽ കൂടി അധികമായി വിജയം ഉറപ്പിച്ചു എന്നും വിലയിരുത്തലുകൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. അതിലൊന്നാമത്തെ സീറ്റ് ഏറ്റുമാനൂരാണ്. മന്ത്രി VN വാസവനെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നാട്ടകം സുരേഷ് 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ PC ജോർജിൻ്റെ പരാജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ LDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതോടെ UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമാണ്. എന്നാൽ ഇത്തവണ പൂഞ്ഞാറിൽ കോൺഗ്രസ് പഴയ പ്രതാപത്തോടുകൂടി തിരികെ എത്തുമെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ജോസഫ് അല്ലെങ്കിൽ സജി ജോസഫ് എന്ന നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്ന പ്രാദേശികനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഇവിടെ ബഹുദൂരം മുന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിലവിൽ കോൺഗ്രസിനും UDFനും ഒരു MLA പോലും നിയമസഭയിലില്ല. എന്നാൽ ഇത്തവണ പത്തനംതിട്ട അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിലെ സൂചന. കോൺഗ്രസിൻ്റേത് മാത്രമായി ഏറ്റവും ചുരുങ്ങിയത് 2 പ്രതിനിധികൾ വിജയിച്ച് നിയമസഭയിലെത്തുമെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിൽ ആദ്യത്തെ സീറ്റ് ആറന്മുളയാണ്. യുവ നേതാവായിട്ടുള്ള അബിൻ വർക്കി മന്ത്രി വീണ ജോർജിനെ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സീറ്റ് റാന്നിയാണ്. ഇവിടെ നിന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു സിറ്റിംഗ് MLA ആയിട്ടുള്ള കേരള കോൺഗ്രസ് പ്രതിനിധി പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് സ്വന്തം നിലയിൽ അധികമായി വിജയമുറപ്പിച്ചിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് അരൂർ സീറ്റാണ്. ഷാനിമോൾ ഉസ്മാനിലൂടെ ഇത്തവണ അരൂർ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്ന് UDF ആത്മവിശ്വാസം നേരത്തെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതുതന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടും നൽകുന്ന സൂചന. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ വിജയപ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്ന മറ്റൊരു ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ 2 വനിതാ MLAമാരെ നിയമസഭയിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസിന് ഇത്തവണ സാധിക്കുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കൊല്ലത്ത് നിന്ന് മത്സരിക്കുന്ന ബിന്ദു കൃഷ്ണയും കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്ന ഐഷ പോറ്റിയും ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി നിയമസഭയിലെത്തുമെന്ന് തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും ഒടുവിലായി നാം തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ, തലസ്ഥാന ജില്ലയിലേക്ക് എത്തുമ്പോൾ 2021 കോൺഗ്രസിൻ്റെ പ്രകടനം ഏറെ ദയനീയമായിരുന്നു എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിംഗ് സീറ്റായ കോവളത്തിന് പുറമെ 3 സീറ്റിലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അധികമായി വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലമായതിനാൽ തന്നെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് അല്ലെങ്കിൽ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും K മുരളീധരൻ എന്ന വട്ടിയൂർക്കാവിൻ്റെ മുൻ ജനപ്രതിനിധി ഇത്തവണ വട്ടിയൂർക്കാവിൽ UDF കൊടി പാറിക്കുമെന്നും കോൺഗ്രസിനെ വിജയിപ്പിക്കുമെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2021 കോൺഗ്രസിനെ കൈവിട്ട അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന്, കാർത്തികേയൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാറാണ് ഇത്തവണ അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി. ഏറ്റവും ഒടുവിലായി നെയ്യാറ്റിൻകരയിൽ നിന്ന് നാടാർ വോട്ടിൻ്റെ അല്ലെങ്കിൽ നാടാർ വോട്ട് ബാങ്കിൻ്റെ പിൻബലത്തോടുകൂടി മുൻ സ്പീക്കർ കൂടിയായിരുന്ന N ശക്തൻ UDFന് വേണ്ടി വിജയം നേടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ, അതായത് പ്രചരണം പാതി വഴിയിലെത്തുമ്പോൾ തന്നെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 27 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകളിൽ 2 സിറ്റിംഗ് സീറ്റുകളിൽ സിറ്റിംഗ് MLAമാരെ മാറ്റി, അതായത് പാലക്കാട് രമേശ് പിഷാരടിയെയും അതുപോലെ തന്നെ
പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടനെയുമാണ് കോൺഗ്രസ് മത്സരത്തിനിറങ്ങിയിരിക്കുന്നത്. ഈ സീറ്റുകൾ ഉൾപ്പെടെ 22 സിറ്റിംഗ് സീറ്റുകളും പുതുതായി അല്ലെങ്കിൽ അധികമായി 27 സീറ്റുകളും ഈ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേടുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. 49 സീറ്റുകളിലേക്ക് കോൺഗ്രസിൻ്റെ ടാലി ഇതിനാൽ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. 2026 ശക്തമായ UDF അനുകൂല തരംഗം നിലനിൽക്കുകയാണെങ്കിൽ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നിലനിൽക്കുകയാണെങ്കിൽ 60 സീറ്റോളം നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക് UDFനെ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുക. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.